പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമ്മുടെ മതിൽ സഭാ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജി അലക്സാണ്ടർ ഉണ്ട്. തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷയും കർത്തൃദാസനെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസന്മാർ പാസ്റ്റർ ടി എം ഘോഷി അവറുകൾ, പാസ്റ്റർ ജോബിൻ ജോസഫ്, ഇന്ന് കർത്താവിനെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന, ഞാൻ വളരെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു സമയവും കൂടെ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം തന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ വളരെ വേഗത്തിൽ, എനിക്ക് തോന്നുന്നു 12:15 യൂത്തിൻ്റെ പ്രോഗ്രാം ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വേഗത്തിൽ ഹബക്കൂക്കിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഹബക്കൂക്ക് 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ടു, അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്ന് എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. യഹോവ എന്നോട് ഉത്തരം അരുളി ചെയ്തത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അടുത്ത വാക്യം കൂടെ. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. മതി. ദൈവത്തിന് സ്തോത്രം. ഹബക്കൂക്കിൻ്റെ പുസ്തകം നമുക്ക് വളരെ സുപരിചിതമാണ്. പ്രത്യേകിച്ച് ഇന്ന് കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്കുകൾ, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലം ആകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടത്തുമാറാക്കുന്നു. മതി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹബക്കൂക്ക് പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തോട് ചേർന്ന് നിന്നവനാണ് ഹബക്കൂക്ക്. ഹബക്കൂക്ക് എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ പേരിൻ്റെ അർത്ഥം വൺ ഹു എംബ്രേസസ് ക്ലോസ്ലി, വളരെ അടുത്ത് ചേർന്ന് കെട്ടിപ്പിടിക്കുന്നവൻ അല്ലെങ്കിൽ മുറുകെ പിടിക്കുന്നവൻ എന്നാണ്. അപ്പോൾ ദൈവത്തെ മുറുകെ പിടിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരുവനെയാണ് പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം സന്തോഷത്തോടെ നിർത്തുവാനിടയായത്. ഇന്നൊരു ദൂത് ഞാൻ പ്രാരംഭമായി കൈമാറിക്കൊണ്ട് പറയുന്നു, പ്രതിസന്ധികളും നഷ്ടങ്ങളും പരാജയങ്ങളും ഒന്നും നമുക്കൊരു വിഷയമാകരുത്. അതിൻ്റെ നടുവിലും ആമേൻ സുഖത്തിലും ആമേൻ സന്തോഷത്തിലും സമൃദ്ധിയിലും ദൈവത്തോട് ചേർന്നിരുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആ പ്രത്യേക സാഹചര്യങ്ങളിലും ദൈവത്തോട് ചേർന്നിരിക്കുമെങ്കിൽ അവൻ നിന്നെ താങ്ങി നിർത്തുന്നവനാണ്, അവൻ നിന്നെ സഹായിക്കുന്നവനാണ്, അവൻ നിന്നെ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നവനായ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഈ പുസ്തകത്തിൽ 2 ചോദ്യങ്ങൾ ഹബക്കൂക്ക് ദൈവത്തോട് ഉയർത്തുക. നല്ലൊരു മാതൃകയാണ് കേട്ടോ. നമുക്ക് പ്രശ്നങ്ങളോ ചിന്തകളോ വരുമ്പോൾ നമ്മൾ ആരെയെങ്കിലുമൊക്കെ നോക്കി അവരോടാണ് ചോദിക്കുന്നത്, അല്ലേ? എന്നാൽ ഇന്ന് മുതൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, അസ്വാരസ്യപ്പെടുത്തുന്ന എന്തെങ്കിലും വിഷയം വരുമ്പോൾ ആസ്ക് ഗോഡ്, ദൈവത്തോട് ചോദിക്കുക. There is an answer for everything in God. ആമേൻ. എല്ലാ വിഷയത്തിനും ദൈവത്തിലൊരു മറുപടി ഉണ്ട്. നീ അത് ചോദിക്കുമെങ്കിൽ ദൈവം അരുളി ചെയ്യുന്നവനാണ്. ഒന്നാമത്തെ സംഭവം, ഇസ്രായേലിൽ ഇതാ സാധുക്കളുടെ മേൽ ഉന്നതന്മാരെന്ന് പറയുന്നവർ, സ്വാധീനമുണ്ടെന്ന് പറയുന്നവർ അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം. നീതിക്ക് വിരോധമായി, സത്യത്തിന് വിരോധമായി അവർ മറ്റുള്ളവരെ ഞെരുക്കുന്നതായ ഒരു പശ്ചാത്തലം.
ഹബക്കൂക്ക് ചോദിച്ചു, ദൈവമേ എന്താ ഇത്, നീ എന്താ ഇത് അനുവദിക്കുന്നത്? ദൈവം മറുപടി കൊടുത്തു. 6-ാം വാക്യത്തിലുണ്ട്, അവരൊക്കെയും അവനെക്കുറിച്ച് ഒരു സദൃശ്യവും അവനെക്കുറിച്ച് പരിഹാസമായുള്ള ഒരു പഴഞ്ചൊല്ലും ചൊല്ലി. മോളെ 1-ാം അധ്യായമാണ്, 1-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. സ്തോത്രം. അപ്പോൾ സ്വന്തം ജനത്തിൽ സ്വാധീനമുള്ളവർ, കഴിവുള്ളവർ, ഉന്നതന്മാർ സാധുക്കളെ ഞെരുക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ പുറത്തുനിന്നൊരു ശത്രുവിനെ അകത്ത് കൊണ്ടുവരാൻ പോവുക. കൽദേരെന്ന് പറയുന്ന ഉഗ്രതയുള്ളൊരു ജാതിയെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ജനമെന്ന് പറയുന്നവരെ പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവരുടെ പ്രശ്നങ്ങൾ വർദ്ധിച്ചപ്പോൾ, അവരുടെ ആധിപത്യം വർദ്ധിച്ചപ്പോൾ, രണ്ടാമത്തെ ചോദ്യം, ദൈവമേ അങ്ങയുടെ ജനമാണ് ഞങ്ങൾ, ഈ എതിർശക്തികൾ പ്രത്യേകിച്ച് കൽദയർ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു, അങ്ങ് കാണുന്നില്ലേ? സ്തോത്രം. അങ്ങെന്താ പ്രവർത്തിക്കാത്തത്? മറുപടി 2:13-14 വാക്യം. ജാതികൾ തീക്കിരയാകുവാൻ അധ്വാനിക്കുന്നതും വംശങ്ങൾ വെറുതെ തളർന്നു പോകുന്നതും സൈന്യങ്ങളുടെ യഹോവയുടെ ഹിതത്താൽ അല്ലയോ? ജാതികളെ ദൈവം അനുവദിച്ചെങ്കിലും ദൈവം പറയുകയാണ്, അവരെ ഞാൻ എന്തിനു വേണ്ടി വെച്ചിരിക്കുക? ആമേൻ. അവരെ തീക്കായി ഞാൻ വെച്ചിരിക്കുകയാണ്. ഇന്ന് പകലൊരു ദൂത് ഞാൻ കൈമാറുന്നു. സ്തോത്രം. ദൈവവചനത്തിനോ ദൈവിക സത്യങ്ങൾക്കോ നീതിക്കോ ആമേൻ ദൈവകൃപയ്ക്കോ ചേരാത്തത് ജീവിതത്തിൽ കടന്നു വന്നാൽ, സ്തോത്രം, പുറത്തുനിന്നൊരു ശത്രുവിനെ ആമേൻ നമ്മെ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം ഒരുക്കി വെക്കും. എന്നാൽ അതെല്ലാ കാലവും വാഴുകയില്ല, എല്ലാ കാലവും ആധിപത്യം നടത്തത്തില്ല. അവരെ തീക്കായി ദൈവം സൂക്ഷിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ജനം ദൈവവചനത്തിലേക്ക്, ദൈവകൃപയിലേക്ക്, ദൈവിക വിശുദ്ധിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ തീക്കായി ഞാൻ അവരെ വെച്ചിരിക്കുക. അവരെല്ലാ കാലവും വാഴത്തില്ല, അവരെല്ലാ കാലവും ആധിപത്യം നടത്തത്തില്ല, അവരെല്ലാ കാലവും ദൈവത്തിൻ്റെ ജനത്തെ ആമേൻ തകർക്കുവാൻ അടുത്തു വരത്തില്ല. ഞാൻ അവരെ ന്യായം വിധിക്കും. ഇതെല്ലാം എന്തിനാ ദൈവം അനുവദിവായി? 14-ാം വാക്യം, 2:14. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. ഹല്ലേലൂയ. ഒറ്റ ഉദ്ദേശമേ ദൈവത്തിനുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയിൽ യഹോവയുടെ മഹത്വം, ആമേൻ, ആ മഹത്വത്തിൻ്റെ പരിജ്ഞാനം നിറയുവാനാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആകത്തുക, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമെങ്കിൽ, ദൈവത്തോട് ചേർന്നിരിക്കുമെങ്കിൽ, ദൈവിക വിശുദ്ധിയിൽ യഥാസ്ഥാനപ്പെടുമെങ്കിൽ, ഇന്ന് പകൽ ദൈവം പറയുന്നു, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ആമേൻ ആമേൻ വെളിപ്പെടുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മിൽ പ്രവർത്തിക്കും. അതിനാണ് ദൈവം നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ അയക്കുന്നത്. മറന്നുപോകരുത്. സ്തോത്രം പറയുവാൻ കഴിയുമോ? കർത്താവേ, ആ കഷ്ടതയ്ക്കായി, ആ കടഭാരത്തിനായി, ആ രോഗത്തിനായി സ്തോത്രമെന്ന് പറയുവാൻ എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? അങ്ങയുടെ കൃപ തരണമേ, അങ്ങയുടെ മഹത്വം എൻ്റെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടുവാൻ ഇടയാക്കണമേ. പ്രൈസ് ദി ലോർഡ്. രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഹൗ ക്യാൻ ഗോഡ് ബി ഗ്ലോറിഫൈഡ്? എങ്ങനെയാ ദൈവത്തിന് മഹത്വപ്പെടുവാൻ കഴിയുന്നത്? നമ്മെ ദൈവം വിടുവിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ കരമാണെന്ന് വാക്കും ഭാഷണവും കൂടാതെ സകലരും പറയുവാനിടയാകും. അല്ല, ആ രോഗത്തിൽ ആമേൻ ആമേൻ നാം മുന്നോട്ട് പോകുമ്പോൾ അതിനപ്പുറത്ത് ആമേൻ ആമേൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുവാനുള്ള ഒരു അനുഭവമാണെങ്കിലും അവിടെയും കഷ്ടതയുടെ നടുവിൽ തളർന്നു പോകാതെ വിശ്വാസത്തെ ഉയർത്തിക്കൊണ്ട് നീ നിന്നത് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയായി തീരുമെന്നുള്ളത് ദൈവമക്കൾ മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പറയാമോ? കർത്താവേ, അങ്ങയുടെ മഹത്വം എൻ്റെ ജീവിതത്തിലൊന്ന് വെളിപ്പെടണമേ. അപ്പം ഈ 2 ചോദ്യങ്ങളുടെ ഇടയിൽ നമ്മൾ വായിച്ച കുറിവാക്യം ദൈവസന്നിധിയിൽ നിന്നുള്ള മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുക. സ്തോത്രം.
ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ബുദ്ധിക്ക് ആമേൻ പറഞ്ഞു തരുവാൻ കഴിയാത്ത, ആമേൻ ലോകജ്ഞാനത്തിന് പറഞ്ഞു തരുവാൻ കഴിയാത്തത് ദൈവത്തിൻ്റെ പക്കലുണ്ട് കേട്ടോ. ഇന്ന് പകലൊന്ന് ചോദിക്കുവാൻ എത്ര പേർ തയ്യാറാകും? വെറുതെ പെട്ടെന്ന് ചോദിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ മറുപടി കിട്ടണമെന്നില്ല. യു ഹാവ് ടു വെയിറ്റ് ഫോർ ഗോഡ്സ് ആൻസർ. ദൈവത്തിൻ്റെ മറുപടിക്കായി ഒന്ന് കാത്തിരിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുന്നു. ആമേൻ, നിൻ്റെ വിഷയത്തെക്കുറിച്ച് ദൈവത്തിന് ചിന്തയുണ്ട്. ദൈവത്തിന് നിൻ്റെ ആവലാതിയെക്കുറിച്ച് കരുതലുണ്ട്. അവൻ സംസാരിക്കും. എന്നാൽ അവൻ സംസാരിക്കുന്ന സമയം വരെ ശ്രദ്ധയോടെ ഒന്ന് കേട്ടിരിക്കുവാൻ എത്ര പേർ തയ്യാറാകും? അങ്ങനെയുള്ളവരോട് സംസാരിക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം ഇവിടെ നടകൊള്ളുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ മടങ്ങി വരുന്നു 2-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഹബക്കൂക്ക് പറയുന്നു, ഞാൻ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉയർന്ന ഫോർട്രസിൽ, ഒരു ഉയർന്ന കോട്ടയുടെ മുകളിൽ, അതിൻ്റെ ആമേൻ ഇടുങ്ങിയ അനുഭവത്തിൽ താൻ കാത്തിരിക്കുന്നു. എന്താ? ദൈവത്തിന് എന്നോട് എന്ന് പറയാനുണ്ട്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയുന്നൊരു ചിന്തയുണ്ട്, നമുക്ക് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വരുന്ന ഉടനെ ഇന്നാരുടെ അടുത്തോട്ടൊന്ന് പോയാൽ മതി. പ്രവാചകന്മാരെ ഞാൻ കുറ്റം പറയല്ല, പ്രവാചക ശുശ്രൂഷയുണ്ട്. പ്രവാചക ശുശ്രൂഷ ദൈവസഭയ്ക്ക് അനിവാര്യമാണ്. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ആലോചന പ്രാപിക്കേണ്ട സ്ഥാനത്ത് അതിന് ബദലായി അവിടെ ഇവിടെയും പോകുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതമാണെങ്കിൽ ദൈവം തൻ്റെ ദാസനെ നിൻ്റെ അടുക്കലയച്ച്, ദാസിയെ നിൻ്റെ അടുക്കലയച്ച് നമ്മോട് ദൈവം അരുളി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ ആശ്രയം വെയിറ്റിംഗ് ഓൺ ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് കാത്തിരിക്കുമെങ്കിൽ അവന് സംസാരിപ്പാനുണ്ട്. അവൻ സംസാരിച്ചാൽ നമ്മുടെ പ്രയാസങ്ങൾ മാറും, നമ്മുടെ ഞെരുക്കങ്ങൾ മാറും, നമ്മുടെ ദുഃഖങ്ങൾ മാറും, നമ്മുടെ നിരാശകൾ മാറും. നാം ദൈവത്തിൽ ധൈര്യപ്പെട്ട് ഇന്ന് വിളിക്കുന്ന ചിലരോടൊരു ദൂതി ഞാൻ കൈമാറിക്കൊണ്ട് പറയുക. എന്താണ് ദൈവത്തിൻ്റെ അരുളപ്പാട്? എന്താണ് ഈ വിടുതൽ താമസിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതുവരെ ദൈവം പ്രവർത്തിക്കാത്തത്? നിന്റെ ഉള്ളിലെ ചോദ്യം ഉയരുമ്പോൾ ഇന്ന് ആത്മാവിൽ ഞാൻ മറുപടി പറയുന്നു. ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. അത് വരും, നിശ്ചയമാണ്. യെസ്, ദൈവം അരുളി ചെയ്ത് നിവർത്തിക്കുന്ന ദൈവമാണ്. സാഹചര്യങ്ങൾ വിപരീതമായാലും നിനക്കെതിരെ വാദിക്കുന്ന എതിരുകൾ വർദ്ധിച്ചു വന്നാലും, നിനക്കെതിരെ പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വന്നാലും, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, തക്ക സമയത്ത് വെളിപ്പെടുന്നു. ഓ റിഗദലറബ ശംദലറബഗ ഹുഡബലബലബൽ പ്രവദല വൈഡബരാദൽ ശമനാദാര വൈഡാരേഗ സൈഡബനാദൽ ചൂഡബനാദല വൈഡബരേദൽ പ്രവദാരീഗ സൈഡബനാദൽ. ഓ we thank you Jesus. Hallelujah. Praise the Lord. ദൈവം നമുക്ക് തന്ന ദർശനങ്ങൾ, ദൈവം തന്ന ദൈവിക ദൂതുകൾ അതൊരിക്കലും അസ്ഥാനത്താകത്തില്ല. എന്താ കാര്യം? കർത്താവ് പറഞ്ഞു, എൻ്റെ വചനങ്ങൾക്ക് മാറ്റം സംഭവിക്കത്തില്ല. ആകാശഭൂമി മാറിപ്പോയാലും my word shall abide. എൻ്റെ വചനം നിലനിൽക്കുവാനിടയായി തീരും. വിശ്വസിക്കാൻ കഴിയുമോ? ഈ എഴുതിയ ദൈവവചനമാകുന്ന പുസ്തകം മാത്രമല്ല, ഈ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ദൈവം നമുക്ക് തരുന്നതായ അരുളപ്പാടുകൾ, റെയ്മയായി ദൈവം നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ വചനം, അതിനും മാറ്റമില്ല കേട്ടോ. എഴുതപ്പെട്ട വചനം മാത്രമല്ല, അരുളപ്പാടായി ലഭിക്കുന്ന ഈ വചനത്തിനും മാറ്റമില്ല. അത് നിവർത്തിയാകുക തന്നെ ചെയ്യും. ഇന്ന് പകലൊന്ന് സന്തോഷിക്കാമോ? നിരാശയുടെ മേൽ ജയമെടുത്തുകൊണ്ട്, ഓ എന്നും കുന്നും ഇത് തന്നെയാണോ എൻ്റെ വിഷയം? എന്നും കുന്നും ഈ പ്രശ്നത്തിലൂടെയാണോ ഞാൻ മുന്നോട്ട് പോകേണ്ടത്? ഇല്ല ഇല്ല ഇല്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ പ്രശ്നത്തിന് ഒരു അവധി വച്ചിരിക്കുകയാണ്. അത് അതിന്റെ സമാപ്തിയിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് ചില ഹൃദയങ്ങളിൽ, ചില കുടുംബങ്ങളിനകത്തേക്ക് വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഓ വി താങ്ക് യു ജീസസ്.
ഹുഡമന വരവൽ പ്രമദല ദുഡവല വരവ സംദൽ പ്രമദ വേണം താനും. അതാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ അനുഭവം. എന്നാൽ ഇന്ന് പകൽ ചിലതൊന്ന് വിട്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്കൊന്ന് ഉയർന്ന കോട്ടയിലേക്ക്, ഉയർന്ന മലയിലേക്ക്, പ്രാർത്ഥനയുടെ ഉയർന്ന മലയിലേക്ക്, കണ്ണുനീരിൻ്റെ ഉയർന്ന മലയിലേക്ക്, ആത്മതപനത്തിൻ്റെ ഉയർന്ന മലയിലേക്ക്, ദൈവവചന ധ്യാനത്തിൻ്റെ ഉയർന്ന മലയിലേക്ക് ഇന്ന് കയറുവാൻ എത്ര പേർ തയ്യാറാകും? തീരുമാനമുണ്ടോ? കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. യെസ്, യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. കർത്താവേ, എന്നെ അതിനായി സമർപ്പിക്കുന്നു, എന്നെ അതിനായി സമർപ്പിക്കുന്നു കർത്താവേ. ആ ഉയർന്ന മലയുടെ, ഉയർന്ന കോട്ടയുടെ അനുഭവത്തിലേക്ക് ഞാനൊന്ന് പ്രവേശിക്കാൻ പോകുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം എടുക്കണ്ട, 17-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വേദഭാഗം. യേശു തൻ്റെ ഇന്നർ സർക്കിളിലുള്ള 3 പേരെ ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവൻ രൂപാന്തരം പ്രാപിച്ചു. യേശുവിൻ്റെ മഹത്വം വെളിപ്പെട്ടു. അപ്പോൾ ഉയർന്ന മലയിൽ കയറിയാൽ അവൻ്റെ മഹത്വം ദർശിക്കാം. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? 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 കർത്താവേ, അങ്ങയുടെ മഹത്വം എനിക്കൊന്ന് കാണണം. ഹല്ലേലൂയ, സ്തോത്രം. ആ മഹത്വം കണ്ടാൽ പിന്നെ നമ്മൾ അവനിൽ നിന്ന് അകന്നിരിക്കത്തില്ല. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, എതിരാളികളുടെ കല്ലുകൾ സ്തേഫാനോസിൻ്റെ നേരെ കരന്നു വരുന്ന സമയം നമ്മവിടെ വായിക്കുന്നു, അവൻ സ്വർഗത്തേക്ക് ഉറ്റുനോക്കി. അല്ലേ? സ്തോത്രം. അവൻ സ്വർഗത്തേക്ക് ഉറ്റുനോക്കി. സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന യേശു കർത്താവിനെയും അവൻ കാണുവാനിടയായി. സ്തോത്രം, സ്തോത്രം. ആ ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ അവൻ്റെ ആഗ്രഹം, എനിക്ക് ഇവിടുന്ന് അങ്ങ് പോയാൽ മതി. സ്തോത്രം. ആ കല്ല് പതിച്ച് ഞാനങ്ങ് മരിക്കട്ടെ. എന്താ കാര്യം? ഐ ജസ്റ്റ് വോണ്ട് ടു ഗോ ടു ഹെവൻ. എനിക്ക് സ്വർഗത്തിലേക്ക്, ആ മഹത്വത്തിലേക്കൊന്ന് കടന്നു പോകണം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നാം ഈ സമയം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ആ ദൈവ മഹത്വം നമ്മുടെ കണ്ണുകളിലൊന്ന് നിറയട്ടെ. ഇതുവരെ കണ്ട കർത്താവിൻ്റെ ശക്തിയല്ല, ഇതുവരെ കണ്ട കർത്താവിൻ്റെ മഹത്വമല്ല, ഇതുവരെ കണ്ട ദൈവത്തിൻ്റെ ആമേൻ തേജസ്സല്ല. ഇന്ന് പകലൊരു പുതിയ അനുഭവത്തിൽ അത് കണ്ട് മടങ്ങുമെങ്കിൽ അതിനോട് നിന്റെ പ്രശ്നം ഏതുമില്ല, നിന്റെ വിഷയങ്ങൾ ഏതുമില്ല. ഇന്ന് ആ സന്തോഷത്തോടെ എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവ തേജസ്. സ്തോത്രം. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. 4 കാര്യമാണ്. 1, അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹത്വം കണ്ടു. ഞാൻ ആ ഭാഗം നമുക്കൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് വായിപ്പിക്കാത്തത് കേട്ടോ. അപ്പോൾ കണ്ട മഹത്വത്തിൻ്റെ 1ാമത്തെ കാര്യം യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹത്വം. അവൻ്റെ വസ്ത്രം വെണ്മയുള്ളതായി, അവൻ്റെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞു. ലോകത്തിലെ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്തതുപോലെ അവൻ്റെ വസ്ത്രം ശോഭിച്ചു. ആ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹത്വം കണ്ടു. 2, സ്തോത്രം. അവൻ്റെ, നമ്മൾ ആ ഭാഗം ചിന്തിക്കുമ്പോൾ നാം കാണുന്നു അവൻ്റെ രാജ്യത്തിൻ്റെ മഹത്വം. മോശയും ഏലിയാവും കടന്നു വന്ന് യേശുവിനോട് സംഭാഷിക്കുക. അപ്പോൾ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വം കണ്ടു. 3ാമതായി യേശുവിൻ്റെ ക്രൂശിൻ്റെ മഹത്വം കണ്ടു. എന്താ അതിൻ്റെ അർത്ഥം? പത്രോസിൻ്റെ 1-ാം ലേഖനം, ആ വാക്യം മാത്രം ഒന്ന് എടുത്തേ കുഞ്ഞെ. 4-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 പത്രോസ് 4-ാം അധ്യായം. നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിങ്കൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അടുത്തത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. അപ്പൊ യേശുവിന്റെ ക്രൂശിന്റെ മഹത്വം കാണുന്ന ഒരു ദൈവ പൈതലിന്റെ മേലാണ് ഈ തേജസ്സും ഈ മഹത്വവും ഇറങ്ങി വരുവാനിടയാകുന്നത്. അതെങ്ങനെയാ സാധിക്കുന്നത്? ക്രൂശിന്റെ അനുഭവം, കഷ്ടതയുടെ അനുഭവം, വേദനയുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകണം.
ഹല്ലേലൂയ. ഇന്ന് പകൽ വിളിക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ കാലഘട്ടം നാം വന്നെത്തിയിരിക്കുന്നത് സുഖലോലുപരായ ഒരു ജനറേഷനിലാണ്. അല്പം പോലും നമ്മുടെ ആ കംഫർട്ട് സോണിൽ നിന്ന് മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ചെറിയത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പ്രതികരിക്കും, ഉടനെ നമ്മൾ അസഹ്യരാകും, അല്ലേ? ആ അനുഭവിച്ചു വന്ന ആ സുഖങ്ങൾ, ആ സൗകര്യങ്ങളെല്ലാം നമുക്ക് വേണം. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഞെരുക്കങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതൊന്നും ദൈവം അറിയാതെയല്ല കേട്ടോ. സന്തോഷമുണ്ടോ? ചിലപ്പോൾ ഞെരുക്കങ്ങളിലൂടെ ആയിരിക്കാം, കടഭാരങ്ങളിലൂടെ ആയിരിക്കാം, എതിർപ്പുകളിലൂടെ ആയിരിക്കാം, മറ്റുള്ളവർ നമ്മെ തിരസ്കരിക്കുന്നത് മൂലമായിരിക്കാം, ചിലപ്പോൾ രോഗങ്ങളിലൂടെ ആയിരിക്കാം. നാം കഷ്ടതയിലേക്ക് കടന്നു പോകുമ്പോഴും ഓർത്തോണം, എൻ്റെ കർത്താവ് എൻ്റെ അടുക്കലുണ്ട്. യെസ്, ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ച ദൂതി ഞാൻ കൈമാറുക കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. ദൈവസഭയ്ക്കൊരു കുഴപ്പമുണ്ട്. നമ്മുടെ PMGയുടെ കാര്യമല്ല പറഞ്ഞ, പൊതുവേ പറഞ്ഞതാണ്. കഷ്ടതയും പ്രയാസമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാം, അത് കയ്യിലിരിപ്പ് കൊണ്ടാ, അത് കണക്കായിപ്പോയി. സ്തോത്രം. നമ്മുടെ കാര്യമല്ല പറഞ്ഞത് കേട്ടോ, പിണങ്ങല്ലേ. സ്തോത്രം. അപ്പോൾ നഷ്ടവും കഷ്ടവും ക്ലേശവും ഒരാൾക്ക് വന്ന, ഒരു വിശ്വാസിക്ക് വന്നാൽ നമ്മൾ പറയും, കണക്കായിപ്പോയി, കയ്യിലിരിപ്പ് കൊണ്ട് അല്ല, ഒരിക്കലുമല്ല. വചനം അതിന് നമുക്ക് സ്തോത്രം ബലം നൽകുന്നില്ല. ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ കൂടെ ചിലപ്പോൾ കഷ്ടതയിലേക്ക് തള്ളിവിടും, രോഗത്തിലേക്ക് തള്ളിവിടും. സ്തോത്രം. ആമേൻ. നമ്മൾ വിധിക്കുവാൻ ആളല്ല കേട്ടോ, നമ്മളാരെയും വിധിക്കുവാൻ ആളല്ല. ഇന്ന് പകൽ ഒരു കാര്യം പറയണം, എന്തായാലും ഏത് സാഹചര്യമായാലും കർത്താവേ, ഐ വിൽ ലിവ് ഫോർ ജീസസ്. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും, ഞാൻ യേശുവിൻ്റെ നാമത്തെ ഉയർത്തും. എനിക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, ക്രൂശിൻ്റെ അനുഭവമാണെങ്കിലും, കഷ്ടതയുടെ അനുഭവമാണെങ്കിലും, ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങളാണെങ്കിലും, ഒറ്റപ്പെടുന്ന അനുഭവമാണെങ്കിലും, അവിടെയും എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം എനിക്കൊന്ന് കാണണം, അതിനായി എന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേര് ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ചിന്ത അവസാനിപ്പിക്കാം. അപ്പോൾ ഒന്ന്, ഞാൻ പറഞ്ഞു വ്യക്തിത്വത്തിൻ്റെ മഹത്വം കണ്ടു. 2, രാജ്യത്തിൻ്റെ മഹത്വം കണ്ടു. 3, ക്രൂശിൻ്റെ മഹത്വം ആ മലയിൽ കയറിയ ശിഷ്യന്മാർ കണ്ടു. 4, അവർ ആ ശബ്ദം കേട്ടപ്പോൾ, സ്തോത്രം, നല്ല ഉദ്ദേശത്തോടെയാണ് പത്രോസ് പറഞ്ഞത്, കർത്താവേ, ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം. ആദ്യത്തെ കുടില് യേശുവിന് തന്നെയാണ്. പിന്നെ കുടില് മോശയ്ക്കും. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചത്, പത്രോസ് വിചാരിച്ചത്, കർത്താവ് പുറത്ത് തട്ടിയിട്ട് പറയും, വെൽ ഡൺ, കൊള്ളാം. പക്ഷേ സ്വർഗത്തിൽ നിന്നൊരു ശാസനയാണ് കിട്ടിയത്. എന്താ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുക്കണം. മോശെയും ഏലിയാവിനെ അല്ല നീ നോക്കേണ്ടത്. സ്തോത്രം. ആമേൻ. നീ നോക്കേണ്ടത് യേശുവിനെ മാത്രമാണ്. സ്തോത്രം. അവൻ മാത്രമാണ് നമുക്ക് മാതൃകാ പുരുഷനായി, അവൻ മാത്രമാണ് നമുക്ക് വേണ്ടി ജീവനെ നൽകി നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ഇന്ന് പകൽ മറ്റ് നോട്ടങ്ങളെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാമോ? ഇന്ന് പകൽ യേശുവിൻ്റെ ശബ്ദത്തിന് വേണ്ടി ഒന്ന് കാത്തിരിക്കാമോ? അവൻ നമ്മെ അനുഗ്രഹിക്കും. ഈ ശബ്ദം കേട്ടപ്പോൾ അവർ ചെയ്തെന്താ? കമണു വീണു, ഒരു സമർപ്പണത്തിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ മഹത്വം, ആ സമർപ്പണത്തിലൂടെ വെളിപ്പെടുന്ന മഹത്വം അവർ കണ്ടു. ഇന്ന് പകൽ നാം മടങ്ങിപ്പോകുമ്പോൾ കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ, അവൻ്റെ ആ മഹത്വത്തിൻ്റെ മുമ്പിൽ, അവൻ്റെ ആ തേജസ്സിന് മുമ്പിൽ നമുക്കൊന്ന് സമർപ്പിച്ചുകൊണ്ട്, സ്തോത്രം, ആ മഹത്വം എന്നിലും നിങ്ങളിലും ഒന്ന് വെളിപ്പെടുവാൻ എത്ര പേർ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കും. എൻ്റെ ചിന്തയിലേക്ക് മടങ്ങി വരുന്നു. സമയം തീർന്നുവെങ്കിലും ഞാൻ ഓടിച്ചൊന്ന് പറയാം. സ്തോത്രം. ഹബക്കൂക്കിനോട് കർത്താവ് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, അതിൻ്റെ 3-ാം വാക്യം, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം, താമസിക്കയില്ല. അപ്പോൾ ദൈവം പറഞ്ഞതിന് മാറ്റമില്ല. ദൈവം പറഞ്ഞതിന് നിശ്ചയമായി ഒരു പൂർത്തീകരണമുണ്ട്. ഇന്ന് നമ്മൾ സങ്കീർത്തനത്തിലൂടെ കേട്ടത് എന്താ? യഹോവ എനിക്ക് സമാപ്തി വരുത്തും.
സ്തോത്രം. അപ്പൊ ദൈവം പറഞ്ഞത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും, താമസിക്കത്തില്ല. എന്നാൽ അതുവരെ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. സന്തോഷമുണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാത്തിരിക്കുക എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഇച്ചിരി പ്രയാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു അപരനാമം നൗ ജനറേഷൻ എന്നാണ്. ഇപ്പോൾ വേണം, കാത്തിരിക്കാനൊന്നും തയ്യാറല്ല. സ്തോത്രം. പണ്ടത്തെ ഒരു തലമുറ കാത്തിരിക്കുന്നവരായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാത്തിരിക്കാൻ താല്പര്യമില്ല. അവർക്കെല്ലാം ഷഡയിടയിൽ വേണം. പക്ഷേ ദൈവത്തിൻ്റെ പ്രമാണം പറയുന്നു, കാത്തിരിക്കണം. കാത്തിരുന്നേ മതിയാകുകയുള്ളൂ. കാത്തിരുന്നാൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെ കാത്തിരിക്കും? എങ്ങനെ ഈ പ്രതിസന്ധിയിൽ കാത്തിരിക്കും? അതിനുള്ള മറുപടിയാണ് ആ 4-ാം വാക്യത്തിലുണ്ട്. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. പുതിയ നിയമത്തിൽ ഇത് 3 പ്രാവശ്യം ഉദ്ധരിച്ചിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം. റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും എബ്രായ ലേഖനത്തിലും. അവിടെ 3 ഇടത്തും 3 വാക്കുകൾക്കാണ് എംഫസിസ്. റോമാലേഖനം പറയുന്നു നീതിമാൻ, എൻ്റെ നീതിമാൻ. അപ്പോൾ പ്രതികൂലങ്ങളുടെ നടുവിൽ മറുപടി ലഭിക്കുന്നത് വരെ കാത്തിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? നീതി ചെയ്തുകൊണ്ടേയിരിക്കണം. സ്തോത്രം. അനീതിക്ക് കൂട്ടു നിൽക്കരുത്. സ്തോത്രം. ദൈവത്തിന് ഹിതമല്ലാത്ത വഴികളിലേക്ക് പോകരുത്. നീതിയുള്ളവനും ഉള്ളവളുമായി നിലകൊള്ളണം. 2 ഗലാത്യ ലേഖനം എംഫസിസ് കൊടുക്കുന്നത് വിശ്വാസം എന്നുള്ള പദത്തിനാണ്. നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. എന്താ വിശ്വാസത്തിൻ്റെ ഡെഫിനിഷൻ ഓർമ്മയുണ്ടോ? സ്തോത്രം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും. സ്തോത്രം. ഇപ്പം കണ്ടിട്ടല്ല, മറുപടി കിട്ടിയിട്ടല്ല, കർത്താവിൻ്റെ സന്നിധിയിൽ മറുപടി ലഭിച്ചു കഴിഞ്ഞു. അതെൻ്റെ കണ്ണിന് മുമ്പിൽ ഞാൻ കാണാൻ പോകുന്നു. ഇന്ന് പകൽ ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് കൈമാറുകയാണ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എത്ര പേര് ഏറ്റെടുത്തുകൊണ്ട് പോകും. സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ ജനത്തോട് ദൈവം പറയുന്നു, മറുപടി താമസിക്കുന്നെങ്കിലും ആമേൻ, ദർശനത്തിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ എങ്ങനെ കാത്തിരിക്കണം? വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട്, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് കാത്തിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. എന്നാൽ 3-ാമത്തെ ഭാഗം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലാണ്. അവിടെ എംഫസിസ് കൊടുത്തിരിക്കുന്നത് ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ജീവിക്കും, പിന്മാറത്തില്ല. സ്തോത്രം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. പിന്മാറത്തില്ല. പിന്മാറുന്നവനിൽ ദൈവത്തിന് പ്രസാദമേ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിലനിൽക്കണം, ജീവിക്കണം, പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. ആർ യു വില്ലിങ്? തയ്യാറാണോ? ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദർശനം ഉറപ്പാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി ഉറപ്പാണ്, ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ പോകുന്നു. ദൈവം വെച്ചിരിക്കുന്ന സമയം ഇന്ന് പകൽ ആരോടോ ഞാൻ ഈ ദൂത് കൈമാറിക്കൊണ്ട് പറയുകയാണ്. ആമേൻ. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. എന്താ കർത്താവേ, എത്ര നാൾ ആമേൻ, എത്രത്തോളം ഞാൻ കാത്തിരിക്കണം? എത്രത്തോളം നീ എന്നെ മറക്കും? എത്രത്തോളം എൻ്റെ വിഷയത്തിന് വേണ്ടി ആമേൻ ആമേൻ ഞാൻ കാത്തിരിക്കണം? ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, ദൈവം കുറിച്ചിട്ടിരിക്കുന്ന ഒരു ദൈവിക നിയോഗമുണ്ട്. അത് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിലേക്ക് ഇതാ വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വാസത്തോടെ കരമുയർത്തി എത്ര പേർ അതിനെ ക്ലെയിം ചെയ്തുകൊണ്ട് പറയും, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞാനത് അവകാശമെടുക്കുന്നു. എൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ളത്, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ളത്, എൻ്റെ കുഞ്ഞിൻ്റെ വിടുതലിന് വേണ്ടിയുള്ളത്, ആമേൻ ആമേൻ, എനിക്ക് വേണ്ടി തുറന്ന പുതിയ വഴി വെളിപ്പെട്ടു വരുവാനായി ഇന്ന് പകൽ ഞാൻ അവകാശമെടുക്കുന്നു. കർത്താവിന് വേണ്ടി ശോഭിപ്പാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ എനിക്കിന്ന് കൃപ തരണമെന്ന് എത്ര പേര് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? ആ ദൈവവചനം തുമ്പി സമർപ്പിക്കാം.
കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ പ്രിയജനത്തെ തിരുക്കരത്തിൽ ഞാൻ ഏൽപ്പിക്കുന്നു. ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്. അവരോട് ഞാൻ ഇന്ന് അങ്ങയുടെ വചനത്തെ കൈമാറിക്കൊണ്ട് തിരുക്കരത്തിൽ ഞാൻ അവരെ വരമേൽപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവസഭയെ ഞാൻ അനുഗ്രഹിക്കുന്നു. എൻ്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള വചനപ്രകാരം കർത്താവിന് വേണ്ടി ശോഭിപ്പാനിടയാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി 3 ഹല്ലേലൂയ പറയാം.